നമ്മുടെയൊക്കെ വീട്ടിലെന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മുളക്. ഇത് നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്. കുറച്ച് മുളകിൻ്റെ അരി പാകിയാൽ മതി. ഞാനൊരു കവറിനകത്ത് കുറച്ച് പാകിയിരിക്കുന്നു, മുളച്ച് തുടങ്ങിയിരിക്കുന്നു. പാകിയതിന് ശേഷം നമുക്ക് കുറച്ച് മണ്ണ് ഇതിൻ്റെ മീതി ഇട്ട് കൊടുക്കണം. പക്ഷേ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം ഇത് വളരെ പെട്ടെന്ന് മുളയ്ക്കും എന്നുള്ളത് കൂട്ടുകാരെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. സ്ഥലം വളരെ കുറവുള്ളവർക്ക് പാത്രങ്ങളിലോ കവറുകളിലോ ഇത് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാനിതൊരു ചെറിയ പാത്രത്തിൽ, ഐസ്ക്രീമിൻ്റെ ഒരു പാത്രത്തിനകത്ത് കുറച്ച് പാകിയതാണ്. അത് ബാക്കിയൊക്കെ പറിച്ചു നട്ട് ഇനി 3 എണ്ണം നിൽക്കുന്നത്. ഒരെണ്ണം നിൽക്കുന്ന ഒരു സൂര്യകാന്തിയുടെ തൈയാണ്, കോസ്മോസ് എന്ന് പറയുന്ന ചെടി. ഇതിനകത്ത് ഒരു തൈ മാത്രം വളരുന്നതായിരിക്കും കൂടുതൽ കരുത്ത് കിട്ടുന്നത്. ഇനി മറ്റ് 2 തൈകൾ കൂടി പറിച്ച് നടണം. ഇനി ഞാൻ പറിച്ച് നിലത്ത് വെച്ച് ഒരു ചീനി കണ്ടാലോ, 3-4 മാസമായുള്ളൂ വെച്ചിട്ട്. അതേ പൂക്കളും ഉണ്ടായിരിക്കുന്നു, മുളകും. ഇത് കാന്താരി ചീനിയാണ് ഉണ്ടായിരിക്കുന്നത്. യാദൃശ്യമായി മഞ്ഞളിൻ്റെ ഇടയ്ക്ക് മുളച്ചു വന്ന ചീനിയാണിത്. ഇതും പൂവായി പതുക്കെ കായായി തുടങ്ങിയിരിക്കുന്നു. ഇഞ്ചിക്കണ്ടത്തിലൊക്കെ നമ്മൾ നടില്ലേ, അതുപോലെ തന്നെ മഞ്ഞളിൻ്റെ ഇടയ്ക്ക് നട്ടാലും ഉണ്ടാകും. ചാണകപ്പൊടിയോ എല്ലുപൊടിയോ നമുക്ക് ഏതാണ് അവൈലബിൾ അതാണ് ഇതിന് കൊടുക്കേണ്ടത്. ചുവട്ടിൽ ചാരം കൊടുക്കാം. ചാരം ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ തണ്ടയിൽ, അതായത് ചൂട്ടിലുള്ള ഈ തണ്ടയിൽ മുട്ടാതെ വേണം, ചുറ്റിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ചാരം ഇട്ട് കഴിഞ്ഞാൽ മഴയില്ലാത്ത സമയത്താണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു വീട്ടിൽ കയറി വരുമ്പോൾ നിറച്ച് കാഴ്ച നിൽക്കുന്ന ഒരു കാന്താരി എത്ര മനോഹരമാണ്. ഇത് വെള്ളക്കാന്താരിയാണ്.